വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തി. ഖബറുകൾക്ക് മുന്നിൽ റഹീം തകർന്നിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനായത്. സഹോദരിയെയും കുടുംബാംഗങ്ങളെയും റഹീം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ദമാമിൽ നിന്ന് രാവിലെ 7:45ഓടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ റഹീം ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനയെയും കണ്ടു. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന റഹീമിന് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, റഹീമിന് എത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പോലീസിന് അറിയേണ്ടതുണ്ടല്ലോ. ഇക്കാര്യത്തിൽ മൊഴിയെടുക്കുവാനും പോലീസ് ഇന്ന് തന്നെ ശ്രമിക്കുമായിരിക്കുമല്ലോ. മഞ്ജുഷ്, 8 വർഷത്തിന് ശേഷമാണ് റഹീം നാട്ടിലെത്തുന്നത്. അദ്ദേഹം സൗദി അറേബ്യയിൽ തുടരുകയായിരുന്നു. ഇഖാമ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായതിന് പിന്നാലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ അവസരമൊരുങ്ങുകയുമായിരുന്നു. രാവിലെ ഭാര്യ ഷമിയെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കണ്ടിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഖബറുകൾ ഉള്ള പള്ളിയിലേക്ക് അവിടേക്ക് എത്തുന്നത്, താഴേപ്പാങ്ങോട്ടേക്ക് എത്തുന്നത്. ഏറ്റവും വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ്. ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ തന്നെ വാവിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 5 കൊലപാതകങ്ങളാണ് ആ കുടുംബത്തിലെ ഒരു 23-കാരൻ നടത്തിയത്. അതിൽ തന്നെ ഇവരുടെ ഉമ്മയുണ്ട്, ഇവരുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ റഹീമിൻ്റെ ഇളയ മകൻ അഫ്സാൻ്റെ കാമുകി. അങ്ങനെ ഈ 5 കൊലപാതകങ്ങൾ നടത്തിയതിൽ നിന്ന് മുക്തമായിട്ടില്ല ഈ കുടുംബം എന്ന് മാത്രമല്ല, ഈ നാട് പോലും സ്തബ്ധമായി നിൽക്കുന്നു. അതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഖബറുകൾക്ക് മുന്നിൽ റഹീം ഇരുന്നു പോയി. അദ്ദേഹം കരച്ചിലൂടെ അതിന് മുന്നിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഓരോ ഖബറിന് മുന്നിലും അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ തകർന്ന് ഒരു ഗൃഹനാഥൻ എത്രമാത്രം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവിടുത്തെ ആ നിൽപ്പും അദ്ദേഹത്തിൻ്റെ സമീപനവും ആ കണ്ണീരുമൊക്കെ തന്നെ. ഏതായിരുന്നാലും പോലീസ് നടപടി തുടരുകയാണ്. ഷമിയുടെ മൊഴി ഒരുപക്ഷെ ഇന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഒന്നുകൂടി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം തന്നെ അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അവിടെ ആരോഗ്യനിലയൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഇനി കോടതിയിൽ ഹാജരാക്കുക. ഫെമീന ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, ഈ മാതാവ് ഇപ്പോഴും ഇത്രയും കൊലപാതകങ്ങൾ നടന്ന വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും നൽകിയ മൊഴി കട്ടിലിൽ നിന്ന് താൻ വീണു എന്നതാണ്. അവിടെയും മകനെ കുറ്റപ്പെടുത്താൻ ആ അമ്മ തയ്യാറാകുന്നില്ല. ഇളയ മകൻ ഈ ലോകത്ത് ഇല്ല എന്ന വിവരം അറിയില്ല. മറ്റ് 4 ജീവനുകൾ ഈ ലോകം വിട്ടുപോയി എന്ന വിവരവും ആ ആശുപത്രിയിലുള്ള ഉമ്മ അറിയുന്നില്ല. അവർ വളരെ വലിയ വേദനയിലാണ്. അവർ അറിയുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ബന്ധുക്കളെ സംബന്ധിച്ച് മറ്റൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു കുടുംബം, ഒരു നാട് ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മഞ്ജുഷ്.